ചെമ്പന്തൊട്ടി ഞണ്ണമലക്വാറ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കേരള കോൺഗ്രസ് എം ജില്ലാ സെക്രട്ടറി വി സേവി പറഞ്ഞു. ചെമ്പന്തൊട്ടിയിൽ ഞണ്ണമലയിലെ നായനാർമലയിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറി പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി സേവി പറഞ്ഞു. വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ചെമ്പന്തൊട്ടിയിലെ ഞണ്ണമലയിലെ ഈ ക്വാറിയും സമാനമായ അപകടസാധ്യത ചൂണ്ടിക്കാട്ടി നാട്ടുകാരും രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കളും രംഗത്ത് വന്നിരുന്നു. പ്രവർത്തനം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ചെമ്പന്തൊട്ടി ഫൊറോന വികാരിയുടെ അധ്യക്ഷതയിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. നാളെ 100ഓളം ആളുകൾ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വാറി സന്ദർശനത്തിനായി ഒരുങ്ങുകയാണ്. ഇതിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർക്ക് നിവേദനവും നൽകിക്കഴിഞ്ഞു ജനകീയ സമിതി. ഇന്ന് നമ്മുടെ നാട്ടിൽ ചെമ്പന്തൊട്ടി എന്ന് പറയുന്ന സ്ഥലത്ത്, അവിടെ കോറങ്ങോട് കൊക്കായി പ്രദേശത്ത് അവിടെ നയനാർമല എന്ന് പറയുന്ന മലയുണ്ട്. അവിടുത്തെ ഒരു കോറയുടെ വിഷയം വലിയൊരു വിഷയമായി ഉയർന്നു വന്നിരിക്കുക. ആ മലയിൽ ഒന്നിലധികം കോറകൾ പ്രവർത്തിക്കുക. ഉപേക്ഷിക്കപ്പെട്ട കോറകളിൽ, ഖനനം ചെയ്ത് ഉപേക്ഷിക്കപ്പെട്ട കോറകളിൽ ഇപ്പോൾ ഖനനം ചെയ്യുന്ന കോറയിൽ നിന്നുള്ള വെള്ളമെല്ലാം കൂടെ വന്ന് അവിടെ ചെറിയൊരു തടാകം പോലെ രൂപപ്പെട്ടിരിക്കുക. അപ്പോൾ നമുക്കറിയാം, ഒരു മലയെ താങ്ങി നിർത്തുന്നതൊക്കെ അതിന് പുറമേയും ഉള്ളിലായും ഉണ്ടായിരിക്കുന്ന പാറക്കൂട്ടങ്ങൾ. ആ പാറക്കൂട്ടങ്ങൾ പൊട്ടിച്ച് മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും മല ദുർബലമാവുകയും അത് അവിടെ ഉരുൾ പൊട്ടാനുള്ള സാധ്യത ഒരുപാട് കൂടുകയും ചെയ്യും. നമുക്കറിയാം, കേരളത്തിൽ ഉരുൾ പൊട്ടിയ സ്ഥലങ്ങളിലൊക്കെയും അവിടെ തന്നെയോ അല്ല സമീപ പ്രദേശങ്ങളിലോ നിരവധി കോറകൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളായിരുന്നു. നമുക്കിപ്പോൾ ഒരു മുണ്ടക്കൈ പോലുള്ള, ചുള്ളിമല പോലെയുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലേ നമ്മൾ പഠിക്കുകയുള്ളൂ, അല്ല അന്നേരം നമ്മൾ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയുള്ള തീരുമാനം ബാലിശമാണ്. ചെമ്മന്തൊട്ടിയെ സംബന്ധിച്ചിടത്തോളം നയനാർമല കോറ എന്ന് പറയുന്നത്, അവിടെ ആ മലയ്ക്ക് താഴെ ഏതാണ്ട് 100-500 കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. അവിടെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ കുടുംബങ്ങളൊന്നും പിന്നെ അവിടെ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചെമ്മന്തൊട്ടി ടൗണിനെയും നടുവിലെ ചില പ്രദേശങ്ങളെയും കരുവഞ്ചാൽ പ്രദേശങ്ങളെയൊക്കെ ആ ഉരുൾപൊട്ടൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംഭവിച്ചാൽ അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നുള്ള സത്യമാണ്. അപ്പോൾ ഇപ്പം മുനിസിപ്പാലിറ്റി പറയുന്നത് എന്താ? മുനിസിപ്പാലിറ്റി പറയുന്നത് ആ കോറ അങ്ങനെ അപകടകരമൊന്നുമല്ല, അപകടകരമായ സ്ഥിതിവിശേഷം അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. എന്തടിസ്ഥാനത്തിലാണ് മുനിസിപ്പാലിറ്റി അല്ലെ മുനിസിപ്പൽ ചെയർമാനൊക്കെ അങ്ങനെ പറയുന്നത് അറിയാൻ മേല. അപ്പം അങ്ങനെ മുനിസിപ്പാലിറ്റി ഭരണസമിതി അങ്ങനെ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ ഇത് കോറ മാഫിയയുമായും അവർക്കുള്ള എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇതെന്ന് ധരിച്ചാൽ സമീപ പ്രദേശവാസികളെ കുറ്റം പറയാൻ നോക്കൂ? ഇല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. അതുവരെയെങ്കിലും മിനിമം, അല്ലെങ്കിൽ സ്ഥിരമായി തന്നെ ആ കോറയുടെ പ്രവർത്തനം തൽക്കാലം നിർത്തിവെച്ചേ മതിയാവും. അവിടെ ഇപ്പോൾ ചെമ്മന്തൊട്ടി ഫൊറോന വികാരിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അവിടെ ഒരു ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആക്ഷൻ കമ്മിറ്റി ശക്തമായി പ്രവർത്തിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞേക്കുന്നത്. അപ്പോൾ അവരാരും കോറ മാഫിയോട് എന്തെങ്കിലും പൈസ മേടിക്കാനോ ഒന്നും ആയിട്ടല്ല. ഒരു പുരോഹിതനൊന്നും അങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും കരുതാൻ പറ്റിയല്ല. ആ പുരോഹിതൻ്റെയൊക്കെ ഉള്ളിലെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ആ പ്രദേശത്തെ ജനങ്ങളുടെ സുരക്ഷ മാത്രമാണ്. അപ്പോൾ ആ മലയിൽ ഈ നയനാർമല എന്ന് പറഞ്ഞ മലയിൽ ഉരുൾപൊട്ടലോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അവിടുത്തെ 100-500 കുടുംബങ്ങളെ ബാധിക്കും, ചെമ്മന്തൊട്ടി ടൗണിനെ ബാധിക്കും, സ്കൂളിനെ ബാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ കോറയുടെ പ്രവർത്തനം അടിയന്തരമായി നിർത്തിവെക്കുകയും അതിനെക്കുറിച്ച് അവിടുത്തെ ആ പരിസ്ഥിതിയെക്കുറിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യേണ്ട ആവശ്യമാണ്. അതുകൊണ്ട് അടിയന്തരമായി ജില്ലാ കളക്ടറും അതുപോലെ മുനിസിപ്പൽ ഭരണസമിതിയൊക്കെ അടിയന്തരമായി ഇടപെട്ടുകൊണ്ട് ആ കോറയുടെ പ്രവർത്തനം നിർത്തിവെക്കുകയും അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുകയും വേണമെന്ന് മാത്രമാണ് എനിക്ക് ഇതിനെ പറയാനുള്ളത്.